ചാമരാജ്, ഈ വക്കീൽ ഒരു നരേന്ദ്രമോദി ഭക്തനാണെന്നും ഒരു സംഘപരിവാർ അനുകൂലിയാണെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. അതിന്റെ ആധികാരം എനിക്കറിയില്ല. അതെന്നെ ബേബിച്ചിട്ട് ഒരുമാതിരി മറ്റടുത്ത് വർത്താനം പറയണ. ഇനി ആ പറഞ്ഞ സത്യമാണെങ്കിൽ എന്തുകൊണ്ടാകും ഒരു സംഘാനുകൂലി UDF സർക്കാരിന്റെ ഒരു പ്രധാന പദവിയിലേക്ക് ഇനി അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആണെങ്കിൽ തന്നെ വരുന്നത്? ശ്രീ ശ്യാമരാജ്, ഒന്ന് നിർത്തണോ തന്റെ ഈ പുളു? ഹാഷ്മി, ഇപ്പോൾ നമ്മൾ നമ്മുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ നമ്മൾ കേട്ട പാട്ടുണ്ടല്ലോ, പോറ്റിയെ കയറ്റിയെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിന് ബാക്കി കൂടി ഇപ്പോൾ എന്തായാലും കിട്ടിയിട്ടുണ്ടല്ലോ. സ്വർണം കട്ടവരാരപ്പ, സഖാക്കളാണ് അയ്യപ്പ, സ്വർണം വിറ്റവരാരപ്പ, കോൺഗ്രസ്സുകാരാണ് അയ്യപ്പ എന്നുള്ളതായല്ലോ. ഇപ്പോൾ ആരെങ്കിലും എവിടെയെങ്കിലും വന്നിട്ട് ഏതെങ്കിലും കള്ളന്മാരെയൊക്കെ പിടിച്ചിട്ട് നിങ്ങൾ ഈ സംഘപരിവാർ അനുകൂലി മോദി അനുകൂലി ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. അവരേതെങ്കിലുമൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടാവും, ഫേസ്ബുക്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഉൾപ്പെട്ടിട്ട് കൊള്ളയല്ലേ, എന്നാൽ കുറച്ച് സംഘപരിവാറിൻ്റെ തലയിൽ കൂടി ഇട്ടേക്കാം എന്ന് പറഞ്ഞിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല കാശ്മീർ. ഇത് ഈ ശബരിമലയിലെ കൊള്ള മൊത്തം നടത്തിയിട്ടുള്ളത് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും കൂടി ചേർന്നിട്ട് തന്നെയാണ്. ഈ സംസ്ഥാനത്ത് 1,900 വക്കീലന്മാരുണ്ടായിട്ട്, കോൺഗ്രസ്സുകാരുടെ നേതാക്കന്മാർ തന്നെ വക്കീലന്മാരുണ്ടായിട്ട്, വക്കീലന്മാരുടെ സംഘടന അവർക്കുണ്ടായിട്ട്, ഈ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന ശബരിമലയിലെ സ്വർണം ഉരുക്കിയ ആ കമ്പനിയുടെ അവർക്ക് വേണ്ടി ന്യായീകരിച്ച ആളെ തന്നെ എന്തിന് ഇവരോട് കൊണ്ടുവന്ന് വെച്ചു? പ്രത്യേക പോസ്റ്റും കൊടുത്ത് എന്തിനോട് കൊണ്ടുവച്ചു എന്നുള്ളത് എൻ്റെ ഒന്നാമത് ചോദ്യം. എന്റെ മനസ്സിൽ വേണ്ടാത്ത ഒരൊറ്റ ദുരിതാശങ്ങളും ഇല്ല. ഞാൻ വളരെ മാന്യനാണ്, പരിശുദ്ധനാണ്. ഇനി നോക്കൂ, കേരളത്തിലെ നിയമ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആരാണ്? ശ്രീ VD സതീശനാണ്. ഒരു പ്രത്യേക പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ക്യാബിനറ്റിൽ ചർച്ച ചെയ്യാതെ, ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് മറ്റേ ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞിട്ട് ഒഴിവായത് എന്താണ്? അദ്ദേഹം ആ ക്യാബിനറ്റിൽ പങ്കെടുത്തില്ല എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, തെറ്റാണ് തിരുത്താൻ കേട്ടോ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ക്യാബിനറ്റിൽ പങ്കെടുത്തില്ലെങ്കിലും ക്യാബിനറ്റിന് തൊട്ട് മുമ്പ് ക്യാബിനറ്റ് നോട്ട് എന്നുള്ള രീതിയിൽ മുഴുവൻ ആളുകൾക്കും എന്താണ് ചർച്ച ചെയ്യാൻ പോകുന്നതെന്നുള്ളതിന്റെ ഒരു നോട്ട് കൊടുക്കും. അങ്ങനെ സംഭവിക്കും. അങ്ങനെ എല്ലാവർക്കും നോട്ട് കൊടുത്തിട്ട് മുഖ്യമന്ത്രി, നിയമകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ അറിവോടെ അല്ലാതെ ഒരു സ്പെഷ്യൽ പോസ്റ്റ്, പ്രത്യേക പോസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി കേരള സർക്കാരിന് പറ്റുമെങ്കിൽ അദ്ദേഹം ഈ പണികൾ നിർത്തി പോകുന്നതാണ് നല്ലത്. ഇതേതാണ്ട് എലിക്കണിയിൽ സുന വെട്ടതുപോലെ. സുനോട്ട് എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. ചുമക്കാതെ പറ്റില്ലല്ലോ. നോക്കൂ, മുഖ്യമന്ത്രി തന്നെ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ അദ്ദേഹം അറിയാതെ ഇത്തരത്തിലുള്ളൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. ഇവരെന്താ, നമ്മളും ചോറ് തന്നെയല്ലേ ഇരുന്നത്, അല്ലാതെ ഇവര് ചോറും നമ്മൾ ചപ്പാത്തി ഒന്നുമല്ലല്ലോ. പാച്ചേട്ടാ, അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. അതറിയാതിരിക്കും എന്റെ കാശ്മീർ. അതാണ് അല്ലല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ അറിയാതിരുന്നാൽ, അങ്ങനെ അറിയില്ല എന്നാണ് VDയുടെ വാദമെങ്കിൽ പിന്നെയും പോയി കുരുക്കിപ്പെടുക. ഇത്രയും പ്രധാനപ്പെട്ട നിയമനങ്ങൾ അറിയാതെയാണോ CM കസേര നിയമമന്ത്രി കസേര ഇരിക്കുന്നത് കുരുക്കിപ്പെടുക? രണ്ടും ഇപ്പോ ഞാൻ അറിഞ്ഞുകൊണ്ടാണെന്ന് പറഞ്ഞാലും പ്രശ്നം. ഇപ്പോ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ VDയുടെ ചോദ്യം ഉണ്ടാവില്ലേ? ഞാൻ അറിഞ്ഞുകൊണ്ടാണെന്ന് പറഞ്ഞാലും പ്രശ്നമാണ്, അറിയാതെയാണെന്ന് പറഞ്ഞാലും പ്രശ്നമാണ്. പോയിന്റ് അവിടെയാണ്. അതായത് അതാണ് ഞാൻ പറഞ്ഞത്, ഇത് അറിയാതെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ദയവായിട്ട് ഈ ചുമതല രാജിവെച്ചിട്ട് പോകണം. കാരണം ഒന്ന് ആലോചിക്കുക, അദ്ദേഹത്തിന് സ്വന്തം വകുപ്പിലാണ്, മുഖ്യമന്ത്രി കൂടിയായിട്ടിരിക്കുന്ന അദ്ദേഹത്തിന് സ്വന്തം വകുപ്പിൽ ഇത്തരത്തിലുള്ള നിയമനം അദ്ദേഹം അറിയാതെ പിന്നെ ആരാണ് നിയമിച്ചത്? അതല്ല ഉദ്ദേശം, ഞാൻ മാറി പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് ക്യാബിനറ്റ് ചർച്ച ചെയ്യണ്ടേ? ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ നേതാവാരാണ്, അതിന്റെ തലവനാരാണ്? ആ ചർച്ച ചെയ്യുമ്പോൾ നടുക്കത്തെ കസേരയിൽ ഇരിക്കുന്നവരാണ്, മുഖ്യമന്ത്രിയല്ലേ? ആ പേര് ഇവിടെ വന്നിട്ടുണ്ടാവില്ല, പിന്നെ ഒളിച്ചു കിടത്തിയോ? ആ പേര് എവിടെ ചർച്ച ചെയ്തു? ഇങ്ങനെ ഒരു സ്പെഷ്യൽ പോസ്റ്റ് കൊണ്ടുവന്നിട്ട് ആ പേര് എവിടെയാണ് ചർച്ച ചെയ്തത്? ആ പേര് ചർച്ച ചെയ്തിട്ട് ആരാണ് പബ്ലിഷ് ചെയ്തത്? ഇത് ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ആർക്കും ഈ ഒരു വ്യക്തിയെ അറിയുകയില്ലെന്ന് പറഞ്ഞാൽ കാശ്മീർ വിശ്വസിക്കാൻ വേണ്ടി പറ്റുമോ? സന്തോഷായോ? തനിക്ക് ഈ ജീപ്പന്റെ നെഞ്ച് തുടക്കായിട്ടായിരുന്നില്ലേ? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.